വക്കീലിന് ഞാനൊരു ഡോസ് കൊടുത്തു. അതുകൊണ്ട് കാര്യമായില്ലോ. ഇന്റർവ്യൂ എവിടെ? ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പോ എന്നെ കാണാൻ പോലും അദ്ദേഹം സമ്മതിച്ചില്ല. പിന്നെ നോവൽ വായിച്ചിട്ടുള്ള ഒരു ആരാധികയാണ്, വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ചോദിക്കില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാ മുമ്പിൽ വന്നത്. ആ, എന്നാൽ ആ വിവരങ്ങൾ മാത്രം ചേർത്ത് നമുക്കൊരു ബോക്സ് ന്യൂസ് ആക്കാം. അത് വേണ്ട സർ. പറയാൻ മടിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ. ആ നോവലിന്റെ സന്ദർഭങ്ങൾ അധികവും സ്വന്തം ജീവിതത്തിൽ നിന്ന് എടുത്തവയാണ്. അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം അനുഭവങ്ങൾ കാണും. കുറച്ചു സമയം കൂടുതൽ ഇടപഴകാൻ സാധിച്ചാൽ അദ്ദേഹം അറിയാതെ തന്നെ പലതും നമുക്ക് ചോർത്തിയെടുക്കാൻ പറ്റും. ഇന്റർവ്യൂവിന് പോലും സമ്മതിക്കാത്ത ആളുമായി കൂടുതൽ ഇടപഴകുന്ന എങ്ങനെ? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അയാൾക്ക് പരോൾ കിട്ടില്ലേ? കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ബെൻ നരേന്ദ്രൻ എന്നത് തന്നെ നമുക്ക് നല്ലൊരു ന്യൂസാണ്. അപ്പൊ അയാളുടെ കഴിഞ്ഞകാല ജീവിതത്തെ പറ്റി ഒരു ഫീച്ചർ തന്നെ തയ്യാറാക്കാൻ സാധിച്ചാൽ? മാനസ വളരെ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നു. കുറച്ചു ദിവസത്തെ പരോളിന് അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയാൽ പോകുന്നവരെ അയാളുടെ പുറകെ നടന്ന് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കളക്ട് ചെയ്യാം. നമ്മുടെ പത്രത്തിന് മാത്രമല്ല, സാഹിത്യ ലോകത്തിന് തന്നെ അതൊരു മുതൽക്കൂട്ടായിരിക്കും. അക്കാഡമി അവാർഡ് കിട്ടിയ സ്ഥിതിക്ക് അയാൾ ഇപ്പോൾ പരോളിന് അപേക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. ഗവൺമെന്റ് ലെവലിൽ നമുക്കൊന്ന് ശ്രമിക്കാം. പക്ഷേ അയാൾ അപേക്ഷിക്കണം. മറ്റൊന്നും ചെയ്യാനില്ലാതിരുന്നതുകൊണ്ട് ഓർമ്മയിൽ തോന്നിയതൊക്കെ കുറിച്ചിട്ടു. സാഹിത്യവാസനയുള്ള ജയിൽ വാർഡന് അത് അച്ചടിച്ചേ തീരൂ എന്ന് നിർബന്ധം. അത് നോവലായി പുറത്തിറങ്ങിയപ്പോ ഏറ്റവും നല്ല സാഹിത്യ സൃഷ്ടിക്കുള്ള അക്കാദമി അവാർഡ്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇതിന്റെ പേരിൽ എന്നെ പരോളിൽ പുറത്തിറക്കാൻ പത്രക്കാർക്ക് തിരക്ക്.